Good morning. Good morning. Morning. നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയാറായല്ലേ? പഠിക്കുന്നുണ്ടോ? നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടോ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ? യെസ്, ഗുഡ്. ഞാൻ ആരും റിവിഷൻ ചെയ്ത് തുടങ്ങിയില്ലേ? കുട്ടി മാത്രമാണല്ലോ വയസ്സെന്ന് പറഞ്ഞ. പഠിച്ചു തുടങ്ങാട്ടോ, കൃത്യമായിട്ടുള്ള സമയത്ത് പഠിച്ചു തുടങ്ങാൻ കിട്ടുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസ്ലിയോന്റെ അഭിപ്രായത്തിൽ എന്താണ് 1995 പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ് ഇത്. Compensation includes direct cash payments and indirect payments in from of employees' benefit and incentive in form of employees' benefit and incentive to motivate employees to strive for higher levels of productivity. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? ഉയർന്ന ഉൽപാദനക്ഷമതയ്ക്കായിട്ട് പരിശ്രമിക്കാൻ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിനായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെയും പ്രോത്സാഹനങ്ങളുടെയും രൂപത്തിൽ നേരിട്ടുള്ള പണമടയ്ക്കലുകളും പരോക്ഷമായ പണമടയ്ക്കലുകളെയും നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആണ് ഇത് കൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഓൾസോ നോൺ ആസ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്തൊക്കെ പേരിൽ, ഡിഫറെന്റ് പേരില് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അറിയപ്പെടുന്നുണ്ട്. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ഓർ റിവാർഡ് മാനേജ്മെന്റ് പേരുകളിലാണ് ഈ കോമ്പൻസേഷൻ അറിയപ്പെടുന്നത്. നോക്കാം എന്തൊക്കെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അറിയപ്പെടുന്ന 3 രീതിയിലാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് or reward management is concerned with the designing and implementing a total compensation package. The traditional concept of wage and salary administration emphasized on the determination of wage and salary structures in organizational settings. However, over the passage of time, many more forms of compensation entered the business field, which necessitated to take wage and salary administration in a comprehensive way with a suitable changes in its nomenclatures. Okay, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വേതനം, അതുപോലെ തന്നെ ശമ്പള ഭരണം, അതുപോലെ തന്നെ എന്താണ് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ അറിയപ്പെടുന്ന പല രീതിയിൽ നമ്മൾ പറഞ്ഞു അല്ലെ? വേജസ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, സാലറി അഡ്മിനിസ്ട്രേഷൻ എന്നും റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്നും റിവാർഡ് മാനേജ്മെന്റ് എന്നൊക്കെ ഡിഫറെന്റ് പേരുകളിൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വേതന ശമ്പള ഭരണം എന്ന പരമ്പരാഗത ആശയം സംഘടനാ ക്രമീകരണങ്ങളിലെ വേതന ശമ്പള സംഘടനകളുടെ നിർണയത്തില് മാത്രമാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് അല്ലെ? ഈ ഓരോ ഓർഗനൈസേഷനിലും എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള സാലറി ബേസിസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യും അല്ലെ? അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വേജസിനും അതുപോലെ തന്നെ
കോമ്പൻസേഷൻ മാനേജ്മെന്റ് അതിന് പ്രത്യേക രീതിയിലുള്ള ഊന്നൽ നൽകിയിട്ടുള്ളത് ഏതിനൊക്കെയാണ്, വേജസിന് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സാലറിക്ക് ആയാലും ഇങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള ഊന്നൽ നൽകിയിട്ടുണ്ട്, മുൻഗണന കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും കാലക്രമേണ നിരവധി തരത്തിലുള്ള കോമ്പൻസേഷൻ ബിസിനസ് മേഖലകളിലേക്ക് കടന്നു വന്നു. ഇത് നാമകരണത്തില് അനുയോജ്യമായ മാറ്റങ്ങൾ വന്നതോടെ വേതന ശമ്പള ഭരണം സമഗ്രമായ രീതിയിൽ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. നമ്മൾ പറഞ്ഞു എംപ്ലോയീസിനൊക്കെ കറക്റ്റ് രീതിയിൽ നമ്മൾ സാലറി വേജസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അവരുടെ വർക്കില്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ രീതിയിൽ ഒതുക്കുന്ന രീതിയിലുള്ള ഒരു എംപ്ലോയീസ് ആയിട്ട് മാറാനായിട്ട് ഇടവരുന്നുണ്ട്. നമ്മളായാലും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സാലറി കാര്യങ്ങള് നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവിടെ വർക്ക് ചെയ്യാനായിട്ടായാലും ഏതൊരു കഷ്ടപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ടാർജറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് അല്ലെ, അതനുസരിച്ചുള്ള സാലറി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്? എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആണ്? ഓക്കെ, പ്രാധാന്യം, കോമ്പൻസേഷൻ മാനേജ്മെന്റ് പ്രാധാന്യം എന്താണ്? ഈ ഗുഡ് കോമ്പൻസേഷൻ ഈസ് മസ്റ്റ് ഫോർ എവറി ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഒരു ഗുഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അനിവാര്യമാണ്. As it gives an employee a reasons to stick the company. അത് ഒരു ജീവനക്കാരനെ കമ്പനിയിൽ തന്നെ തുടരാനായിട്ട് കാരണമാകും. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. നല്ല രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് സാലറി വേജസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കമ്പനിയിൽ നിലനിൽക്കാനായിട്ട് അവൻ നിൽക്കും അല്ലെ. എന്ത് കഷ്ടം, ഇപ്പൊ ടാർജറ്റ് ഉണ്ടായാലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ജോലികളും ആ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യും. കാരണം എന്താ, അതിന് അവന് എന്താണ് മാസാവസാനം എന്ത് കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള സാലറി ഒക്കെ ഓഫർ ചെയ്യുന്നത് തന്നെ. And organization gains from structured compensation management in the following ways. അപ്പൊ എന്താണ്, ഒരു സ്ഥാപനത്തിന് ഈ പറയുന്ന രീതിയിൽ നേട്ടങ്ങൾ അല്ലെ, ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഒരു സ്ഥാപനത്തിന് എത്തരത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്, അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് പോയിന്റ് വൈസ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? It tries to give a proper refund to the employees for their contributions to the organization. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? It tries to give proper refund to the employees for their contribution to the organization. എന്താണ്, നമ്മള് പ്രോപ്പർ ആയിട്ട് അല്ലെ, പ്രോപ്പർ ആയിട്ട് റീഫണ്ട് നൽകാൻ അല്ലെ എംപ്ലോയീസിന്, നമ്മുടെ എംപ്ലോയീസിന്, ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ട് റീഫണ്ട് നൽകാനായിട്ട് കോമ്പൻസേഷൻ മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, it discovers a positive control on the efficiency of employees and motivate them to perform better and achieve specific standards. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ഒരു എന്താണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ അവർക്ക് എംപ്ലോയീസിന്, ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് നല്ല കാര്യക്ഷമമായിട്ട് ബെറ്റർ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ അത് കൈവരിക്കുകയും അത് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സുമായിട്ട് രീതിയിൽ നമ്മളത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യൻസി ആയിട്ടും എഫക്റ്റീവായിട്ടും ഓർഗനൈസേഷനിലെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനും സ്റ്റാൻഡേർഡ്സുകൾ അനുസരിച്ച് അല്ലെ. ഓരോ വർക്കിലും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന രീതിയിലൂടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ടും വ്യക്തമായിട്ട് ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ടും ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇറ്റ് ക്രിയേറ്റ്സ് എ ബേസ് ഫോർ ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ of the workforce that limits the labor turnover and confers stable organizations.
ഇവിടെ പറയുന്നത് അവർക്ക് എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് കൊണ്ട് എംപ്ലോയീസിന് എന്താണ് നേട്ടം എന്ന് പറയുന്നത് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അല്ലെ, ഒരു സന്തോഷം, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവരുടെ വർക്കിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു വർക്ക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ, ഹാപ്പിനെസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയീസിന്റെ ടേൺ ഓവർ, ലേബർ ടേൺ ഓവർ എന്ത് ചെയ്യുന്നുണ്ട്, ലെസൺ ആവുന്നുണ്ട് അല്ലെ, കുറയുന്നുണ്ട്. അവർക്ക് ഇപ്പൊ നമ്മളായാലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സാലറി അവർ നമ്മൾക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോവാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ? ഇല്ല. കാരണം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും അവിടെ നമ്മള് ജോലി ചെയ്യും അല്ലെ. കാരണം എന്താണ്, അവര് നമ്മൾക്ക് ഓഫർ ചെയ്യുന്നത് നല്ല രീതിയിലുള്ള സാലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് മാസാവസാനം ആകുമ്പോൾ എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു, ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യാനായിട്ട് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവിടെ ഇൻക്രീസ് ആകുന്നുണ്ട്. പിന്നെന്താ, ഇറ്റ് എൻഹാൻസ് ദ ജോബ് ഇവാലുവേഷൻ പ്രോസസ് വിച്ച് ഇൻ റിട്ടേൺ help in setting up a more realistic and achievable standards. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഇത് ഇവാലുവേഷൻ പ്രോസസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജോബിന്റെ ഇവാലുവേഷൻ, നമുക്ക് കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ ജോബിന്റെ ഇവാലുവേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ധാരാളം എന്താണ് യഥാർത്ഥം ബോധ്യമുള്ളവരായിട്ടും ആ വർക്ക് ഇപ്പൊ നമുക്ക് എന്താണ്, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അത് നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാവും അല്ലെ. എന്റെ വർക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന മാനേജറിനെ കൃത്യമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയും കാര്യങ്ങളും വർക്കുകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എറേഴ്സ് കൂടാതെ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ബാഡ് പോയിന്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഇപ്പൊ മാനേജേഴ്സിനായാലും നമ്മുടെ ഓർഗനൈസേഷനിലെ മേലധികാരികൾക്കായാലും ഒരു എന്താ നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യും എന്നുള്ളൊരു മനോഭാവം അവരിൽ ഉടലെടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു മനോഭാവം അവർക്ക് ഉണ്ടാവും. ഇങ്ങനെ എന്ത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. അപ്പൊ എന്താണ് അത്തരത്തിലുള്ള ബെനിഫിറ്റ് അവര് ആ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട് അല്ലെ. അതാണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ ഇപ്പൊ ഓഫർ എന്ന് ചെയ്യാം, ബോണസ് ഒക്കെ ഓഫർ ചെയ്യുന്നത്, അതൊക്കെ എന്താണ് നമ്മളിൽ അവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവും അല്ലെ. എന്ത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഓരോ ഇയേഴ്സ് ആയാലും ഓരോ മന്ത് ആയാലും നമ്മളെ എംപ്ലോയീസിനെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യും. അവന്റെ വർക്ക് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഡിലേ വരുത്തുന്നുണ്ടോ, എന്തെങ്കിലും എറേഴ്സ് വരുത്തുന്നുണ്ടോ, കമ്പനിയിൽ ഇവരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസ് നല്ല രീതിയിലാണെങ്കിൽ എന്താണ് അവർക്കൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ. ഇവനെ കൊണ്ട് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം അവരില് എന്താണ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോരുത്തരും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അവരിൽ എന്താ ഇത്ര പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മളില് കറക്റ്റ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു യഥാർത്ഥ ബോധ്യം എംപ്ലോയീസിലും വരുന്നുണ്ട്. പിന്നെന്താ, ഇറ്റ് ഡിസൈനർ ടു അബൈഡ് with the various labor act and does not result in conflicts between employees union and the management. This creates a peaceful relationship between employer and the employee. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഓക്കെ ഇത് വേറൊരു പോയിന്റ് ആണ് കേട്ടോ. 2 പോയിന്റ് ആണ്, ഒരുമിച്ചുള്ള പോയിന്റ് അല്ല. രണ്ടാമത്തെ സെന്റൻസ് വേറൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് ഡിസൈനഡ് ടു അബൈഡ് വിത്ത് ദ
various labor acts and thus it does not result in conflict between the labor union, employee union and management. എന്താണ് അതിൽ പറയുന്നത്? നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? നല്ല രീതിയിലുള്ള ഒരു എംപ്ലോയി അല്ലെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബെറ്റർ മാനേജ്മെന്റിനായാലും എംപ്ലോയിക്കായാലും എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താ, എംപ്ലോയീസിന് ചില കമ്പനീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവർക്ക് എന്താണ് എംപ്ലോയീസിന് നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ശമ്പളത്തിൽ എന്തെങ്കിലും ഡിലേ ഒക്കെ വരുമ്പോ അവര് സമരം എടുക്കുന്നത് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സമരങ്ങള് അവര് വർക്ക് ചെയ്യില്ല, ഇത്ര നാള് സമരമായിട്ട് അവര് തുടരുന്നത് കാണാം അല്ലെ. ഇല്ലേ, പല കമ്പനീസിലും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ശമ്പളം നല്ല രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും 2 മാസവും 3 മാസവും ഒക്കെ കഴിഞ്ഞിട്ട് ഡിലേ വരുത്തിയാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് നമുക്കറിയാം എംപ്ലോയീസ് എന്ന് പറഞ്ഞാല് അവരുടെ ശമ്പളം അല്ലെങ്കിൽ 1 മാസത്തെ ശമ്പളം കൊണ്ടായിരിക്കാം അവരുടെ വീട്ടിലെ കാര്യങ്ങളും വീട്ടു ചിലവൊക്കെ കഴിയുന്നത്. അപ്പൊ അതില് നമ്മൾ എന്തെങ്കിലും ഡിലേ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ ചിലപ്പോ എന്താണ് വല്ല മെഡിസിൻ അപ്പനമ്മമാർക്കൊക്കെ വല്ല എന്താ മരുന്നിന്റെ കാര്യം മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം. ചിലപ്പോ മാരേജ് കഴിഞ്ഞവർക്കാണെങ്കിൽ എന്താണ് ഫീസ് കാര്യങ്ങളും അല്ലെ, കുഞ്ഞുങ്ങളുടെ ഫീസ് കാര്യങ്ങള്, അതുപോലെ തന്നെ മെഡിസിനുകള് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസ് മരുന്ന് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഡിലേ വരുത്തുമ്പോ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ കാണാറുണ്ട് അവര് സമരത്തിൽ ഏർപ്പെടും അല്ലെ. ഇത്ര ദിവസം കൊണ്ട് അവര് എന്താണ് ഇത്ര ശമ്പളം തരണം എന്നുള്ളതിനുള്ള ഒരു എഗ്രിമെന്റ് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സമരങ്ങളായാലും അവര് എന്താണ് ഒരു എഗ്രിമെന്റിലൂടെയൊക്കെ ചെറിയ ഇപ്പോ കമ്പനീസുകളൊക്കെ അങ്ങനെ എഗ്രിമെന്റ് വെച്ചിട്ട് ഇത്ര ദിവസം കൊണ്ട് പകുതി ശമ്പളം തരാം എന്നുള്ള നിലയിലൊക്കെ വരാറുണ്ട്. സമരത്തിൽ ഏർപ്പെടുന്ന കമ്പനീസൊക്കെ എംപ്ലോയീസിനൊക്കെ അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് ചേർന്നുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പല ഇപ്പോ റിലേറ്റീവ്സിനായാലും അങ്ങനെയുള്ള രീതിയിലൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് അവർ നമ്മളോട് വന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മള് പല രീതിയിൽ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ശമ്പളത്തിലെ ഡിലേ ഒക്കെ വരുത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ ഇത്തരത്തിലുള്ള തർക്കങ്ങളായാലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് അല്ലെ എംപ്ലോയി യൂണിയനും മാനേജ്മെന്റ് തമ്മിൽ പ്രോപ്പർ ആയിട്ട് പോകാനായിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ക്രിയേറ്റ് പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി അല്ലെ. നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ആരുമായിട്ട് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ സഹായിക്കുന്നുണ്ട്. It exists an environment of moral efficiency and cooperation among the workers and ensures the satisfaction to the workers. അതുപോലെ തന്നെ എന്താണ് ഈ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ മൊറൽ, മനോവീര്യം, എഫിഷ്യൻസി, കോർപ്പറേഷൻ അല്ലെ, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് കൊണ്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ അവർക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് കൂടി അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. എല്ലാവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ വർക്കേഴ്സിന് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താൻ അല്ലെ. വർക്കേഴ്സിലൂടെ വർക്കേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസേഷന്റെ ഗോളൊക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. In short, we can say that the compensation management is required as it encourages the employee to perform better and show their excellence as well as to provide growth and development options to the deserving employees. അപ്പോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ജീവനക്കാരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അവരുടെ മികവ് പ്രകടിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അർഹരായ ജീവനക്കാർക്ക് വളർച്ചയ്ക്കും വികസനത്തിനും ഓപ്ഷനുകൾ നൽകുന്നതിനുമുള്ള കോമ്പൻസേഷൻ മാനേജ്മെന്റ് നമുക്ക് അത്യാവശ്യമാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ആ എംപ്ലോയീസിന്റെ വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും അവരുടെ എക്സലൻസ് ഉയർത്താൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള രീതിയിലുള്ള കോമ്പൻസേഷൻ മാനേജ്മെന്റ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് അല്ലെ. ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ എംപ്ലോയീസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും.
അവരുടെ എക്സലൻസ് ഉയർത്താൻ പറ്റും, അവർക്ക് എൻകറേജ്മെന്റ് കിട്ടും, നല്ല രീതിയിൽ മോട്ടിവേഷൻ കിട്ടും. അതുവഴി അവർക്ക് എന്താണ് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുവഴി എന്താണ് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ ആ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ കൺസെപ്റ്റ്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ. കോമ്പൻസേഷൻ മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് നോക്കാം. കോമ്പൻസേഷൻ ഈസ് എ റിവാർഡ് ഓർ റെമ്യൂണറേഷൻ. അപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് റിവാർഡ് എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് paid to employees in return for the services rendered. അല്ലെ, എന്താണ് റിവാർഡ് അല്ലെങ്കിൽ റെമ്യൂണറേഷനെയോ നമ്മൾ ജീവനക്കാർ ചെയ്യുന്ന സേവനത്തിന് പകരമായിട്ട് കൊടുക്കുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. റിവാർഡ് എന്നോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എന്നോ പറയുന്നത് കോമ്പൻസേഷൻ. Such a compensation package includes both the monetary and non-monetary components. Compensation package രണ്ട് രീതിയിൽ monetary and non-monetary components ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കമ്പോണൻസ് ഉൾപ്പെടുന്നത്. ഫസ്റ്റ് വൺ, wages or salary. Second one, dearness or and other allowances. Third one എന്താണ്, incentives. And fourth one എന്ന് പറയുന്നത് fringe benefit and perquisites. Okay, ഇനി wages and salary എന്താണെന്ന് നോക്കാം. wages അതിൽ കൊടുത്തിട്ടുണ്ട്. The term wages refers to the remuneration paid to the workers appointed on a hourly, daily or weekly basis in return for the service rendered. Underline ചെയ്തേ. wages എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. wages എന്ന് പറഞ്ഞാൽ എന്താണ്? The term wage refers to the remuneration paid to the workers appointed on hourly, daily or weekly basis in return for the service rendered. It varies according to physical and mental requirements of the job. Wage may be minimum wage, fair wage and living wage. അപ്പോ ഇവിടെ പറയുന്നത് എന്താ? വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേജസ് എന്ന പദം നിയമിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് നൽകുന്ന സേവനത്തിന് പകരമായിട്ട് മണിക്കൂർ, അതുപോലെ തന്നെ ദിവസം, അതുപോലെ തന്നെ ആഴ്ച അടിസ്ഥാനത്തില് നൽകുന്ന ഒരു വേതനത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ജോലിയുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ്, ജോലിയുടെ ഒരു ആ പൊസിഷൻ അനുസരിച്ചിട്ട് വേജസ് അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നത് എന്താണ്, വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇപ്പൊ ഒരു കമ്പനിയിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്നത്. റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല HR മാനേജർക്ക് കൊടുക്കുന്നത്. HR മാനേജർക്ക് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല CEO കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, ഡിഫറൻസ് ആണ് അവരുടെ സാലറി ബേസ്. അവരുടെ എന്താണ് ഓരോ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ വേതനം അല്ലെങ്കിൽ വേജ് എന്താണ്? മിനിമം വേജ് എന്ന് പറയുന്നുണ്ട്, ന്യായമായ അല്ലെ ഫയർ വേജ്, അതുപോലെ തന്നെ ജീവിത ലിവിംഗ് വേജ് എന്നിങ്ങനെയായിട്ട് നമുക്ക് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ വേജിന് ഡിഫറെന്റ് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. മിനിമം വേജിനും ഫയർ വേജിനും ലിവിംഗ് വേജ് എന്ന് പറയുന്നുണ്ട്. വേജ് എന്നാൽ എന്താണ്? അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. എന്താണ്? നിയമിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് നൽകുന്ന സേവനത്തിന്, അവർ നൽകുന്ന സേവനത്തിന് പകരമായിട്ട് നമ്മൾ അവർലിയോ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലിയോ അവർക്ക് കൊടുക്കുന്ന ആ വേതനത്തെയാണ് നമ്മൾ വേജ് എന്ന് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു എന്താണ് വേജിനെ ഡിഫറെന്റ് രീതിയിൽ പറയുന്നുണ്ട്. മിനിമം വേജ് എന്ന് പറയുന്നുണ്ട്, ഫയർ വേജ് എന്ന് പറയുന്നുണ്ട്, ലിവിംഗ് വേജ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി മിനിമം വേജ് എന്താണെന്ന് നോക്കിയേ. It is that wage which is sufficient to meet the basic needs of the worker and his family. This minimum wage has to be paid to the worker irrespective of the capacity of the industry to pay. The Committee on Fair Wage has defined
minimum wage as the wage must provide not only for the buyer sustains of life, sustenance of life, but for the preservation of the efficiency of the workers. For this purpose, the minimum wage must provide some measures of education, medical requirements, and amenities. അപ്പൊ എന്താണ് ആ മിനിമം വേജിൽ നമ്മൾ പറയുന്നത്? ഒരു തൊഴിലാളിയുടെ അടിസ്ഥാന ആവശ്യങ്ങള് നിറവേറ്റാനായിട്ട് എന്താണ് പര്യാപ്തമായിട്ടുള്ള ഒരു വേതനമാണ് ഇത് മിനിമം വേജ് അല്ലെങ്കിൽ എന്താണ് മിനിമം വേതനം എന്ന് പറയുന്നത്. തൊഴിലാളിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് പര്യാപ്തമായിട്ടുള്ള വേതനമാണ് മിനിമം വേജ് എന്ന് നമ്മൾ പറയുന്നത്. വ്യവസായത്തിന്റെ ശേഷി എത്രയാണെങ്കിലും തൊഴിലാളിക്ക് ഒരു മിനിമം വേതനം നൽകണം. ഓക്കെ, ഇപ്പൊ വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഇപ്പോ ചിലപ്പോ അത് കറക്റ്റ് ആയിട്ട് എന്താ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ഉണ്ടാവാം, അതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ ഏത് ബിസിനസ് ആണെങ്കിലും ഒരു മിനിമം വേജസ് ആർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്? അവിടെ പ്രവർത്തിക്കുന്ന വേജസ് തൊഴിലാളികൾക്ക് അല്ലെ, അവിടെ പ്രവർത്തിക്കുന്ന വർക്കേഴ്സിന് നമ്മുടെ വേജസ് കൊടുക്കേണ്ടത്, മിനിമം വേജസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യായമായ വേതനം കമ്മിറ്റി മിനിമം വേതനത്തെ എന്താണ് ഒരു ഫയർ വേജ് കമ്മിറ്റി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ എന്താണ് ഫയൽ ചെയ്തിരിക്കുന്നത്? ജീവന്റെ നിലനിൽപ്പിന് മാത്രമല്ല തൊഴിലാളികളുടെ കാര്യക്ഷമത നിലനിർത്താനും വേതനം ഉറപ്പാക്കണം എന്നതാണ് കമ്മിറ്റിയിൽ പറയുന്നത്. കമ്മിറ്റി ഫയർ വേജിനെ കുറിച്ച് പറയുന്നത് എന്താണ് അവിടെ പറയുന്നത്? ജീവന്റെ നിലനിൽപ്പിന് മാത്രമല്ല തൊഴിലാളികളുടെ കാര്യക്ഷമമായ നിലനിൽപ്പിനും വേതനം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ആവശ്യങ്ങൾക്കായിട്ട് മിനിമം വേജസ്, വിദ്യാഭ്യാസം, വൈദ്യസഹായം, സൗകര്യങ്ങള്, എമിനിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങള് എന്നിവയുടെ ചില മാനദണ്ഡങ്ങള് നൽകണം എന്ന് നിർവചിച്ചിരിക്കുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ മിനിമം വേജ് കൊടുക്കുന്നതുമായിട്ട് ഉൾപ്പെട്ടിട്ട് നമ്മളിവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്? അതുപോലെ തന്നെ മെഡിക്കൽ സഹായങ്ങൾ അല്ലെ, ഈ വൈദ്യസഹായം, അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ഈ മിനിമം വേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അനുസരിച്ച് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മള് തൊഴിലാളികൾക്ക് എന്ത് കൊടുക്കുന്നത്? മിനിമം വേജ് നമ്മള് അല്ലെങ്കിൽ ഒരു മിനിമം വേതനം ആളുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മള് ഉറപ്പാക്കുന്നത്. ഓക്കെ, ഇനി ഫയർ വേജ് എന്താ? അക്കോർഡിംഗ് ടു കമ്മിറ്റി ഓൺ ഫയർ വേജ്, fire wage is a wage which is above the minimum wage but below the living wage. അപ്പൊ എന്താണ് ഫയർ വേജ് എന്ന് പറഞ്ഞാല് ഡെഫിനിഷൻ നോക്കിയേ. ഫയർ വേജ് is the wage which is above the minimum wage but below the living wage. എന്താണ്? ന്യായമായിട്ടുള്ള അല്ലെ, ഫയർ വേജ് എന്ന് പറഞ്ഞാല് ന്യായമായ വേതനമാണ്. ന്യായമായ വേതനം എന്നത് മിനിമം വേതനത്തിന് മുകളിലും എന്നാൽ ജീവിത വേതനത്തിന് താഴെയുമുള്ള വേതനമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? ന്യായമായ വേതനം എന്നത് എന്താണ്? മിനിമം വേതനത്തിന് മുകളിലും എന്നാൽ ലിവിംഗ് വേജിന്, ജീവിത വേതനത്തിന് താഴെയുള്ള വേതനത്തെയാണ് നമ്മള് ഫയർ വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്? ഇത് മിനിമം വേതനത്തിനും ബിസിനസ് നൽകാനുമുള്ള ശേഷിക്കും ഇടയില് നിശ്ചയിച്ചിരിക്കുന്നു. ന്യായമായ വേതനത്തിന്റെ താഴ്ന്ന പരിധി മിനിമം വേതനമാണ് അല്ലെ. ന്യായമായ വേതനത്തിന്റെ താഴ്ന്ന പരിധി എന്ന് പറയുന്നത് മിനിമം വേതനമാണ്. ഉയർന്ന പരിധി നിശ്ചയിക്കുന്നതിന് വ്യവസായത്തിലെ നൽകാനുള്ള ശേഷിയാണ്. ന്യായമായ വേതനം ഈ പറയുന്ന ഇതുപോലെയുള്ള നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സെവറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അല്ലെ. എന്താണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത്? അധ്വാനത്തിന്റെ ഉത്പാദനക്ഷമത അല്ലെ.
അതുപോലെ തന്നെ പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് വേജ് ഇൻ ദ സെയിം ആൻഡ് നെയ്ബറിംഗ് ലൊക്കാലിറ്റീസ്. എന്താണ് പറയുന്നത്? അവിടെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ അയൽപ്രദേശങ്ങളിലോ നിലനിൽക്കുന്നതിനുള്ള വേതന നിരക്കുകള്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ അയൽപ്രദേശങ്ങളിലോ നിലനിൽക്കുന്ന ഒരു വേതന നിരക്കുകളാണ്. ഇനി എന്താണ്? ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. ദേശീയ വരുമാനത്തിന്റെ നിലവാരവും അതിന്റെ വിതരണവും. ദ പ്ലേസ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ എക്കണോമി ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയില് വ്യവസായത്തിനുള്ള സ്ഥാനം. ഇതൊക്കെയാണ് ഈ ഫയർ വേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെവറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, prevailing rate of a wage in the same or neighboring localities, the level of a national income and its distribution, the place of industries in the economy of the country. This fire wage is determined on the basis of capability of the industry to pay and region in which the industry is located. എന്താണ്? അങ്ങനെ ഒരു വ്യവസായത്തിന്റെ പണം നൽകാനായിട്ടുള്ള ശേഷിയും വ്യവസായം സ്ഥിതി ചെയ്യുന്ന പ്രദേശവും അടിസ്ഥാനമാക്കിയാണ് ഫയർ വേജ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതിന്റെ എന്താണ്? വ്യവസായത്തിന് പണം നൽകാനുള്ള ശേഷി, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഓരോരുത്തർക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എത്ര രീതിയിൽ നമുക്ക് പണം കൊടുക്കാൻ പറ്റും, അതിന്റെ ആ ശേഷി നോക്കുന്നുണ്ട്, ബിസിനസ്സിന്റെ ശേഷി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശവും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഫയർ വേജ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓക്കെ, ഫയർ വേജ് അതുപോലെ തന്നെ വേജ്, മിനിമം വേജ്, ഫയർ വേജ് ഒന്ന് വായിച്ചു നോക്കാം. കമ്പോണൻസും ആ പാരഗ്രാഫും കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
Okay, next നോക്കാം living wage. Living wage, it is the wage that provides some of the comfort of life. It provides certain amenities considered necessary for the well-being of the worker. According to Fair Wage Committee, the living wage should enable to meet earner to provide for himself and his family, not merely the bare essentials of goods, clothing, and shelter, but also a measure of local comfort, including education for children, protection against ill health requirements of essential social needs, and a measure of insurance against the more important needs of fortune, including old age. അപ്പൊ എന്താണ് ഈ ലിവിംഗ് ഏജ് എന്ന് പറഞ്ഞാല് അക്കോർഡിംഗ് ടു ഫയർ വേജ് കമ്മിറ്റിയുടെ കമ്മിറ്റിയാണ് നമുക്ക് ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഓരോന്നിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ലിവിംഗ് വേജ് എന്ന് പറഞ്ഞാല്? ലിവിംഗ് വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത വേതനം, അല്ലെ? ജീവിത വേതനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ജീവിത വേതനം പുരുഷ വരുമാനത്തിന് ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം എന്നീ ആവശ്യ വസ്തുക്കൾ മാത്രമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം, അനാരോഗ്യത്തിൽ നിന്നുള്ള സംരക്ഷണം, സാമൂഹിക ആവശ്യങ്ങളുടെ ആവശ്യകതകള്, വാർദ്ധക്യം ഉൾപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ പ്രധാനപ്പെട്ട ദൗർഭാഗ്യങ്ങൾക്കെതിരായ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെയുള്ള മിതവ്യയ ആവശ്യം നൽകാനും പ്രാപ്തമാക്കണം. ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ലിവിംഗ് വേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം എന്താണ് അത്, അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, എന്തെങ്കിലും ചികിത്സാ ചെലവുകൾ, അല്ലെ? നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങള്, നമുക്ക് എന്തെങ്കിലും ആവശ്യകതകൾ, സാമൂഹിക ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വാർദ്ധക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും എന്താണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ലിവിംഗ് വേജിൽ അർത്ഥമാക്കുന്നത്. ലിവിംഗ് വേജ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഭൂരിഭാഗം കാര്യങ്ങളും, അല്ലെ? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സാമൂഹിക ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെയാണ് ലിവിംഗ് വേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് സാലറി എന്ന് പറയുന്നത്. എന്താണ് സാലറി? ടേം സാലറി റെഫേഴ്സ് ടു, അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ചോദിക്കാറുണ്ട്. The term salary refers to the remuneration paid to employees appointed on a monthly or an annual basis in return for the service rendered. Thus, it refers to monthly rate of pay, irrespective of the number of hours put in by employees. അപ്പൊ എന്താണ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the term salary refers to remuneration paid to the employee appointed on monthly or annual basis in return for the service rendered. എന്താണ് സാലറി എന്ന പദം? ജീവനക്കാർക്ക് നൽകുന്ന സേവനത്തിന് പ്രതിമാസ അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ നൽകുന്ന പ്രതിഫലത്തെയാണ് നമ്മുടെ സാലറി എന്ന പദം സൂചിപ്പിക്കുന്നത്, അല്ലെ? പ്രതിമാസം അല്ലെങ്കിൽ എന്താണ് വാർഷിക അടിസ്ഥാനത്തിൽ നൽകുന്ന പ്രതിഫലത്തെ, അതിനെയാണ് നമ്മൾ സാലറി ഉദ്ദേശിക്കുന്നത്. അതിനാൽ ജീവനക്കാരെ എത്ര മണിക്കൂർ ജോലി ചെയ്താലും പ്രതിമാസ വേതനം നിരക്കിനെയാണ് ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടോ അതിനെയാണ്. ഇപ്പൊ ചില എന്താണ് ഓർഗനൈസേഷനിലൊക്കെ 8 മണിക്കൂർ, അല്ലെ? 8 മണിക്കൂറാണ് നമുക്ക് ഡ്യൂട്ടി ചെയ്യുന്നത്. അത് ചിലപ്പോ ജോലി ഇല്ല, അല്ലെങ്കിൽ ജോലി നമുക്ക്
വർക്കിംഗ് കുറവാണെങ്കിലും നമ്മൾ എന്താണ് സാലറി ലഭിച്ചിരിക്കണം അല്ലെ, മന്ത്ലി സാലറി അവിടെ ലഭിച്ചിരിക്കണം അല്ലെ. ഓക്കെ, ഇപ്പൊ ചില കമ്പനീസിൽ എന്താണ് സാലറി ചിലപ്പോ ഒരു മാസം വർക്ക് കുറവാണെങ്കിൽ അങ്ങനെ സാലറി കുറച്ച് നമുക്ക് കൊടുക്കാൻ പാടില്ല. അവിടെ പറഞ്ഞിരിക്കണം നമ്മൾ ജോയിൻ ചെയ്തപ്പോ എത്രയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. അവിടെ വർക്ക് കൂടിയാലും കുറഞ്ഞാലും വർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തരാനായിട്ട് ഒരു മടിയായിരിക്കും. എന്താണ് അവർക്ക് കമ്പനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, മാസം ഇത്രയാണ് സാലറി തരുന്നത്, അതാണ് തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. അപ്പം വർക്ക് കൂടിയാലും കുറഞ്ഞാലും എന്താണ് അത്രയും സാലറി പ്രതിമാസം അത്രയും സാലറി എംപ്ലോയീസിന് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ടേക്കൺ ഹോം സാലറി, ഇറ്റ് ഈസ് ദ നെറ്റ് month amount of the salary received by an employee after making all the dedications towards the payment of income tax, LIC premium and contribution to PF etc. Underline ചെയ്യാൻ take home salary എന്നാൽ എന്ത്, സാലറി എന്നാൽ എന്തെന്നൊക്കെ ചോദിക്കാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. take home salary എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദായ നികുതി അല്ലെ, ആദായ നികുതി അടയ്ക്കല്, LIC പ്രീമിയം, അതുപോലെ തന്നെ PF സംഭാവന മുതലായവയ്ക്കുള്ള ഓരോ എല്ലാ കഴിവുകളും നടത്തുന്നതിന് ശേഷി ഒരു ജീവനക്കാരന് ലഭിക്കുന്ന ഒരു ആകെ ശമ്പള തുകയാണ് എന്ന് പറയുന്നത് ഈ ടേക്കൺ ഹോം സാലറി. എല്ലാം കഴിഞ്ഞിട്ട് അല്ലെ, എല്ലാം കിഴിച്ചുകൊണ്ട് ഏതൊക്കെയാണ് നമ്മൾ കിഴിക്കുന്നത്, ഇൻകം ടാക്സിലേക്ക്, അതുപോലെ തന്നെ എന്താ ഇൻഷുറൻസിലേക്ക്, പിന്നെ നമ്മള് ഇപ്പൊ സാലറി കിട്ടുമ്പോ എന്താണ് PF ഒരു ശതമാനം, ഇത്ര ശതമാനം സാലറിയിൽ നിന്ന് പിടിക്കും നമുക്ക് അല്ലെ. നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത ഒരു സാലറി കിട്ടുന്നവരോട് ചോദിക്കാം എത്ര സാലറിയിൽ നിന്ന് നമുക്ക് പ്രതിമാസം സാലറി കിട്ടുമ്പോൾ എത്ര എമൗണ്ട് പിടിക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കിഴിച്ചിട്ട് LIC പോകുന്നുണ്ട്, PF പോകുന്നുണ്ട്, ടാക്സ് പിടിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ കിഴിച്ചിട്ടുള്ള ബാക്കി സാലറിനെയാണ് നമ്മള് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ, ഇത്രയും വരെ എടുക്കുന്നുള്ളൂ, കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇത്ര വരെ പറഞ്ഞതല്ലേ? ഓക്കെ ആണോ? സാലറി, അതുപോലെ തന്നെ ടേക്ക് ഹോം സാലറി, മിനിമം വേജ്, ലിവിംഗ് വേജ്, ഫയർ വേജ് ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.